എല്ലാവർക്കും നമസ്കാരം. മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് മൂന്നാമത്തെ ദിവസം എന്നല്ലേ? നമ്മളുടെ 21 ഡേ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഡിസ്കസ് ചെയ്ത മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന്, എന്തുകൊണ്ട് UPSC പ്രിപ്പറേഷൻ, അതിൻ്റെ റീസൺ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തു എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു UPSC ഓഫീസറിനെ പോലെ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറിനെ പോലെ നിങ്ങൾ തിങ്ക് ചെയ്യണം, അതുപോലെ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതേപോലെ സംസാരിക്കണം, അല്ലെങ്കിൽ അതേപോലെ ബിഹേവ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ദിവസം, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിയർ ഓഫ് ഫെയിലിയറിനെ പറ്റിയിട്ടാണ്, തോൽവികളോടുള്ള നമ്മളുടെ പേടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, UPSC എക്സാമിനേഷൻ അത്രയധികം കോമ്പറ്റീഷനുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ വളരെ കൂടുതലായിരിക്കും ഇവിടെ വരുന്ന ആസ്പിരൻസിന്. പക്ഷേ ആ ഒരു ഫെയിലിയർ നിങ്ങൾ 2 രീതിയിൽ ബാധിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതിയെടുക്കാനുള്ളൊരു പ്രചോദനമാക്കി മാറ്റാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഈ ഒരു ഫിയറിനെ, നിങ്ങളുടെ ഈ ഒരു ഭയത്തിനെ. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പഠിച്ചാലും ഈ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനല്ല, ഒന്നാമത്തെ ഓപ്ഷനാണ്. അതായത് ഇങ്ങനെയുള്ളൊരു ഫിയറിനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു ഫ്യൂവലായിട്ട് മാറ്റാനായിട്ട് സാധിക്കും, നിങ്ങളുടെ എനർജിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഒരു ഫ്യൂവലാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം. അതായിരിക്കണം നിങ്ങളുടെ മൂന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനാകും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഓരോ പ്രാവശ്യം ഫിയർ ഉണ്ടാകുമ്പോഴും അത് നാച്ചുറൽ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയാണ് ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ നമുക്ക് കോൺഫിഡൻസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം ഇത് മനസ്സിലാക്കുക, ഇതൊരു ഫിയർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ ഇത് പലപ്പോഴും ഇത് ഫിയർ ആണെന്ന് മനസ്സിലാവാതെ തന്നെ നമ്മൾ ഭയന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാകും, നമുക്ക് ടെൻഷൻ വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് ബാധിക്കുകയും ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കുക, ഇത് നാച്ചുറലാണ്, ഈ ഒരു ഫിയർ നാച്ചുറലാണ്. ഈ ഒരു ഫിയർ കുറച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ വാശിയോടുകൂടി പഠിക്കാനും സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള സാധനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നമുക്ക് തോൽവികൾ ഉണ്ടാകാം. തോൽവികൾ എന്ന് പറയുന്നത് എപ്പോഴും വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴാണ് നമ്മൾ ഓരോ പ്രാവശ്യം പഠിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ആദ്യം ഒരു പരാജയം സംഭവിച്ചേക്കാം. പക്ഷെ അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കും എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഓരോ സ്ട്രാറ്റജി നമുക്ക് റീവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ UPSC ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും തളർത്താൻ പാടില്ല. ഇനി ഫെയിലിയർ ഉണ്ടായതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു ഫെയിലിയർ ഉണ്ടായി, നമ്മൾ അതിൽ നിന്ന് ലേണിങ്സ് പഠിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾ റീവർക്ക് ചെയ്തെടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, ഒരു 80% ആസ്പിരൻസിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു തോൽവി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തോൽവിയെ ഭയക്കുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ തോൽവി സംഭവിച്ചേക്കാം, അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. കാരണം തോൽവി എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ പ്രിപ്പറേഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുന്നത്. സോ മൂന്നാമത്തെ ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു തോൽവിയെ, അല്ലെങ്കിൽ ഈ ഒരു തോൽവി എന്നൊരു വികാരത്തെ, അല്ലെങ്കിൽ ഒരു ഭയത്തെ നിങ്ങൾക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തൊരു കോൺഫിഡൻസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക.